അനാഥ കുട്ടിയെ കണ്ടാൽ അവന്റെ തലയിൽ ഇങ്ങനെ കൈവെക്കണം. ഒരു അനാഥ കുട്ടിയെ കണ്ടാൽ എന്ത് ചെയ്യണം? തലയിൽ ഇങ്ങനെ, നിങ്ങളല്ല ഒരു ഉദാഹരണത്തിന്, തലയിൽ അവരാരൊന്ന് ചിരിക്കാം, അതെ, ഒന്ന് കൈവെക്കണമെന്ന് പറഞ്ഞു. അതിന്റെ അർത്ഥം എന്താ? അതിനൊന്ന് അവിടെ നിന്ന് ഇങ്ങോട്ട് വായിച്ചു നോക്കൂ. അതിന്റെ അർത്ഥം എന്താ? ഇല്ലാത്തത് കൊണ്ടാണ്. അവന് അച്ഛനും അമ്മയും ഉണ്ടായിരുന്നെങ്കിൽ അവരെന്ത് ചെയ്യുമായിരുന്നു? തലോടുമായിരുന്നു. ശ്രദ്ധിച്ചു കേൾക്കണം. ഈ അനാഥ കുട്ടിയുടെ തലയിൽ കൈവെക്കാൻ പറഞ്ഞത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, അവൻ അച്ഛനും അമ്മയും ഉണ്ടായിരുന്നെങ്കിൽ അവരവന്റെ തലയിൽ എന്നും കൈവെക്കുമായിരുന്നു എന്നുള്ള വിശ്വാസത്തിലാണ് നമ്മുടെ കുട്ടികളൊക്കെ. നമ്മൾ ജീവിച്ചിരിക്കെ അനാഥരാണ് സുഹൃത്തുക്കളെ, നമ്മൾ ജീവിച്ചിരിക്കെ യതീമുകളാണ്. കാരണം നമ്മൾക്ക് സമയം ഇല്ല. നമ്മളെ കുട്ടിയെ ഒന്ന് പിടിച്ചിരുത്തിയിട്ട് മോനെ ഇവിടെ വാ, എന്താണ് വിശേഷങ്ങള് എന്ന് പറഞ്ഞിട്ട് ഒന്ന് തടവാൻ നമുക്ക് എന്തില്ല, സമയമില്ലാതെ പോയി. അവരെ അനാഥരാക്കി. നമ്മൾ ആർക്ക് വേണ്ടിയാണ് ജീവിക്കുന്നത്? എന്തിനു വേണ്ടിയാണ് ജീവിക്കുന്നത്? പണം കൊണ്ട് എന്ത് നേടാം? ഇത് ചെറിയ ചെറിയ കാര്യങ്ങളാണ്. ഞാൻ വലിയ കാര്യങ്ങളല്ല പറയുന്നത്, വലിയ വലിയ വിഷയങ്ങളല്ല പറയുന്നത്. ഞാൻ ജീവിതത്തിന്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള, വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞു വരുന്നത്. കുട്ടികളെ സ്നേഹം പ്രകടിപ്പിക്കേണ്ടത് സാധനങ്ങൾ വാങ്ങിക്കൊടുത്തല്ല, മുന്തിയ വസ്ത്രങ്ങൾ ധരിപ്പിച്ചല്ല. അവരേത് വസ്ത്രം ധരിച്ചാലും അവർ സന്തോഷവാന്മാരായിരിക്കും. അതിൽ പ്രധാനം സ്നേഹം പ്രകടിപ്പിക്കുക, എക്സ്പ്രഷൻ ഓഫ് അൺകണ്ടീഷണൽ, ഉപാധികളില്ലാത്ത സ്നേഹം. ചുംബനത്തിലൂടെയും സ്പർശനത്തിലൂടെയും ഹഗ്ഗിലൂടെയും ഒക്കെ സ്നേഹം പ്രകടിപ്പിക്കുക. മറ്റൊന്ന് ബിലോങ്ങിങ് ആണ്. അപ്പൊ ഒരു പ്രോമിസ് ഇവിടെ എല്ലാവരും എടുക്കണം. ഒരു പ്രോമിസ്, എന്നും ഉമ്മമാരും അച്ഛന്മാരും എല്ലാവരും എന്നും നമ്മുടെ കുട്ടികളെ നമ്മൾ ഒരു പ്രാവശ്യമെങ്കിലും ചുംബിച്ചിരിക്കും, കെട്ടിപ്പിടിച്ച് ചുംബിച്ചിരിക്കും. അവിടെ നേരത്തെ ആരോ എന്ന് പറഞ്ഞു കെട്ടിപ്പിടിച്ച് ചുംബിക്കുമെന്ന്. നമുക്ക് എടുത്തൂടെ? പ്രതിജ്ഞ എടുത്തൂടെ? എന്നും ഇന്ന് മുതൽ നാളെ, ടുമാറോ നെവർ കംസ്. പെട്ടെന്ന് തുടങ്ങിയാൽ അവര് പെട്ടെന്ന് എന്ത് അതൊന്നും പ്രശ്നമല്ല. When you gonna start? അപ്പൊ എന്ന് തുടങ്ങിയാലും അന്ന് വിചാരിക്കും അപ്പൊ പോയി കാര്യം. പെട്ടെന്ന് ഓടിച്ചൊരു പെട്ടെന്ന് ഓടിപ്പോയി എന്താക്കണ്ട, ഓവറാക്കണ്ട. ആദ്യം ഒന്ന് പുറത്ത് കൈവക്കി, ആദ്യ ദിവസം എന്താക്കി, ഒന്ന് പുറത്ത് കൈവച്ചൊന്ന് കൊട്ടി, അടുത്ത ദിവസം ഒന്ന് തലോടി, രണ്ടാമത്തെ ദിവസം അവനായിട്ട് ഇരുന്നൊന്ന് കളിക്കി, ഒന്ന് പുറത്ത് ഇരുന്നിട്ട് ഒരുമിച്ച് സോഫയിൽ ഇരുന്നിട്ട് ഒന്ന് ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കി. അതൊക്കെ കഴിഞ്ഞ് അടുത്ത് വരുമ്പോ ഈ കളിച്ച് ഇങ്ങനെ ആവേശം കൂടുമ്പോ എന്താവും? കളിയിൽ വിജയം പരാജയമൊക്കെ ഉണ്ടാവും. അപ്പൊ വിജയം അത് നാച്ചുറൽ കെട്ടിപ്പിടുത്തമാണ്. അപ്പം പാപ്പ കുറച്ച് ഈ കളിയിൽ വിജയിച്ചത് കൊണ്ട് ഉണ്ടായ ആവേശത്തിന്റെ പേരിൽ പാപ്പ നാച്ചുറലി ചെയ്ത പിന്നെ അത് തുടർന്നോളും. അപ്പം തീരെ പറ്റേ അകന്നു പോയവർക്ക് ഇങ്ങനെയൊക്കെ വേണ്ടി വരും. നമ്മളൊക്കെ പ്രായമാകും അല്ലെ? പ്രായമാകും, നമ്മളും വൃദ്ധരാകും. അപ്പൊ നമ്മൾക്കൊക്കെ ഒരു ആഗ്രഹമുണ്ട്. മനുഷ്യന് 2 കുട്ടിക്കാലം ഉണ്ടെന്നാണ്. മനുഷ്യന് 2 കുട്ടിക്കാലമുണ്ട്. അറ്റ് ദിസ് എക്സ്ട്രീം ആൻഡ് ദാറ്റ് എക്സ്ട്രീം. 2 കുട്ടിക്കാലത്തും പാരന്റ്സ് ആണ് അവരെ നോക്കേണ്ടത്. ഈ കുട്ടിക്കാലത്ത് ഇവരാണ് പാരന്റ്സ്. വാർദ്ധക്യകാലത്തിൽ തിരിച്ചു ആവും. നമ്മുടെ കുട്ടികൾ നമ്മുടെ പാരന്റ്സുമായി മാറും. അപ്പൊ ഇന്ന് നാം എന്താണോ നമ്മുടെ കുട്ടികൾക്ക് കൊടുക്കുന്നത് അതാണ് നമുക്ക് തിരിച്ചു കിട്ടുക. അതായത് നമ്മുടെ കുട്ടികൾക്ക് നമ്മൾ ഇന്ന് നല്ല ഐപാഡ് കൊടുക്കുന്നു, നല്ല ക്യാഷ് കൊടുക്കുന്നു, നല്ല കാർ കൊടുക്കുന്നു, നല്ല വീട് കൊടുക്കുന്നു, നല്ല ഡ്രസ്സ് കൊടുക്കുന്നു അല്ലെ? നമ്മൾ പ്രായമാകുമ്പോ നമുക്ക് തിരിച്ചു കിട്ടാൻ പോകുന്നത് നല്ല വീടും നല്ല ക്യാഷും നല്ല കാറും നല്ല ഡ്രസ്സുമായിരിക്കും. പക്ഷെ അന്ന് അതെന്റെ ആണോ ആവശ്യം? എന്താ ആവശ്യം? നമുക്ക് ലവ് ആൻഡ് ബിലോങ്ങിങ്. ഇന്ന് ഇന്ത്യ രാജ്യത്ത് ഏറ്റവും കൂടുതൽ വൃദ്ധസദനങ്ങളുള്ള സംസ്ഥാനമാണ് കൊച്ചു കേരളം. 3 കോടി മാത്രം ജനങ്ങൾ താമസിക്കുന്ന, മറ്റു 10-15 കോടി ജനങ്ങൾ താമസിക്കുന്ന സംസ്ഥാനങ്ങളെക്കാൾ വൃദ്ധസദനങ്ങൾ ഏറ്റവും കൂടുതലുള്ള സംസ്ഥാനമാണ് നമ്മുടെ കേരളം. എന്തേ? കൊടുത്തതേ തിരിച്ചു കിട്ടൂ, വിതച്ചതേ കൊയ്യാൻ പറ്റൂ.
ഇന്ന് നിങ്ങൾ കുട്ടികൾക്ക് പണം കൊടുത്താൽ നാളെ അവർ പണം തരും. ഇന്ന് സമയം കൊടുത്താൽ നാളെ അവർ സമയം തരും. ഇന്ന് നിങ്ങൾ ഡ്രസ്സുകൾ കൊടുത്താൽ നാളെ അവർ ഡ്രസ്സ് തരും. ഇന്ന് നിങ്ങൾ സ്നേഹം കൊടുത്താൽ നാളെ അവർ സ്നേഹം തിരിച്ചു തരും. ഇന്ന് കൊടുക്കുന്നതേ നാളെ തിരിച്ചു കിട്ടും. അതുകൊണ്ട് തന്നെ അവർക്കൊരു എന്ത് വേണം? ഇപ്പോൾ മാതൃകയായി നിങ്ങൾ അവരെ സംരക്ഷിക്കേണ്ടതുണ്ട്. മറ്റൊന്ന്, അവരെപ്പോഴും റോൾ മോഡലിംഗ് ആണ്. റോൾ മോഡലിംഗ്, നിങ്ങൾ എന്താണോ ചെയ്യുന്നത് അത് അതുപോലെ ചെയ്യുക എന്നുള്ളത് അവരുടെ ഒരു ഹോബിയാണ്. അപ്പോ നിങ്ങളുടെയൊക്കെ വീട്ടില് ആരുണ്ട്? വലിയുമ്മ ഉണ്ട് അല്ലെ? നിങ്ങളുടെ ഉമ്മ ഉണ്ട്, നിങ്ങളുടെ വലിയുപ്പ ഉണ്ട്. അപ്പൊ അവരിങ്ങനെ വീക്ഷിക്കുകയാണ്, ഈ വലിയുമ്മ എന്ന് പറഞ്ഞാൽ എന്താണ് സാധനം, വലിയുപ്പ എന്ന് പറഞ്ഞാൽ എന്താണ് സാധനം. അവർ ചെറിയ കുട്ടികളാണ്, അവർക്ക് അറിയില്ല. അപ്പൊ നിങ്ങൾ അവരെ പഠിപ്പിക്കുകയാണ്, മോനെ ഈ വലിയുമ്മ എന്ന് പറഞ്ഞാൽ ഒരു ശല്യമാണ് ആള്. അതുകൊണ്ട് തന്നെ ആവശ്യത്തിന് ഭക്ഷണം, ആവശ്യത്തിന് വസ്ത്രം, ആവശ്യത്തിന് സാധനങ്ങളൊക്കെ കൊടുത്ത് എന്ത് ചെയ്യണം? കൊണ്ടുപോയി ഒന്നെങ്കിൽ മൂലക്ക് ഇരുത്തണം, അല്ലെങ്കിൽ ഒരു പോയി നല്ല വൃദ്ധസദനത്തിൽ ചേർക്കണം എന്ന് കുട്ടി ഇങ്ങനെ കാണുകയാണ്. അപ്പൊ അവനെ നിങ്ങൾ പഠിപ്പിച്ചു എന്ത്? വലിയുമ്മ എന്ന് പറഞ്ഞ സാധനത്തെ എന്ത് ചെയ്യണം? കുറച്ച് കഴിഞ്ഞാൽ അത് പുറത്തേക്ക് തട്ടപ്പെടേണ്ട ഒരു സാധനമാണ് എന്ന് നിങ്ങൾ ഇന്ന് പഠിപ്പിച്ചാൽ ഗ്യാരണ്ടി നിങ്ങളുടെ ശിഷ്ടകാലം എവിടെയായിരിക്കും? നിങ്ങൾ പഠിപ്പിച്ച പോലെ നിങ്ങളുടെ അനുസരണയുള്ള മകൻ നിങ്ങൾ എവിടെ കൊണ്ടുപോയി ചേർത്തും? അതേ റൂമിൽ, ചിലപ്പോൾ അതേ ബെഡിൽ തന്നെ ഒപ്പിക്കാം. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ പാരന്റ്സിനെ നിങ്ങൾ ഏത് രീതിയിൽ സംസാരിക്കുന്നുവോ, ഏത് രീതിയിൽ അവരോട് പെരുമാറുന്നുവോ, ഏത് രീതിയിൽ നിങ്ങൾ അവരുമായി സഹവസിക്കുന്നുവോ, സ്നേഹമായാലും സമയമായാലും പണമായാലും എന്തായാലും അതേ നിങ്ങൾക്ക് അവർ തിരിച്ചു തരികയുള്ളൂ. അപ്പൊ ഒന്ന്, നിങ്ങൾ അവരെ സംരക്ഷിക്കുന്നതേ അവർ തിരിച്ചു തരൂ. മറ്റൊന്ന്, നിങ്ങളുടെ പാരന്റ്സിനെ നിങ്ങൾ എങ്ങനെ സംരക്ഷിക്കുന്നോ അതുപോലെ നിങ്ങളെ അവർ ട്രീറ്റ് ചെയ്യും. ഈ രണ്ട് വിഷയങ്ങൾ വളരെ ഇമ്പോർട്ടന്റ് ആണ്, അല്ലേ? ബ്രേക്ക് വേണോ? 5 മിനിറ്റ്. സ്ഥലപ്പോഴാണ് സമയം എന്തായി? നമ്മളിന്ന് തീർത്തിട്ടാട്ടോ പോകുന്നത്. നമ്മുടെ വിഷയങ്ങൾ തീർത്തിട്ടാണ് ഇന്ന് പോകുന്നത്. ആർക്കും തിരക്കൊന്നുമില്ലല്ലോ. ആ